ഇന്ന് ഞാൻ പഴം വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. കുറേ അധികം പഴം ഉണ്ടെങ്കിൽ റമദാനിൽ ഇതേപോലെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഫ്രീസ് ചെയ്ത് വെക്കാൻ പറ്റൂ കേട്ടോ. എത്ര പഴം ഉണ്ടെങ്കിൽ ഇതേപോലെ ചെയ്യാന്ന് വെച്ചാൽ നല്ല ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റൂ കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരണം. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടണം കേട്ടോ. ഹാർട്ടോ സ്മൈലോ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടണം കേട്ടോ. അപ്പോൾ ഇതാ നല്ല പഴുത്ത പഴമല്ല കേട്ടോ എടുത്തത്. ഏകദേശം ഒരു കരിമ്പൊക്കെ പോലത്തെ പഴമാണ്. അധികം പഴുത്തിക്കില്ല, അധികം പഴുക്കാണ്ടും അല്ല കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ പഴം എടുത്തിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. പഴം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇഡ്ഡലി തട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ആവി കയറ്റി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ ചെറുങ്ങനെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഇത് രണ്ട് ഭാഗവും ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ആവി കയറ്റി എടുക്കുന്ന സമയത്ത് നല്ലൊരു മണം വരും കേട്ടോ. അപ്പോൾ കറക്റ്റ് വേവാണ്. അതുപോലെ തന്നെ ഇതൊന്ന് വെണ്ട് കയറി വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതൊന്ന് വെന്ത് വരുന്ന നേരം കൊണ്ട് ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ പകുതി ഭാഗം വലിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കട്ടോ. പിന്നെ ഇതിലേക്ക് ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഏലക്ക പൊടിയാണെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ കളറൊന്ന് മാറി വരുന്നത് വരെ വഴറ്റി കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നല്ല നെയ്യ് തന്നെയാണ് കേട്ടോ. ഒന്നും കൂടി ടേസ്റ്റ് കൊടുക്കുക. നല്ല നെയ്യ് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ അതായിരിക്കും ഒന്നും കൂടി നല്ലത്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പെട്ടെന്ന് തന്നെ ഉള്ളി വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ ഇത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. അര ടീസ്പൂൺ അളവിൽ ഞാൻ കരിജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കരിജീരകം കയ്പ്പ് രസം അടിക്കുമെന്ന് ചോദിച്ചിരുന്നു കേട്ടോ ഇതിൻ്റെ മുമ്പ്. അപ്പോൾ കയ്പ്പ് രസം ഉണ്ടാവില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മളിവിടെ ചട്ടിപ്പത്തിരിയിലൊക്കെ ചേർത്ത് കൊടുക്കുക കരിഞ്ജീരകമാണ്. കരിഞ്ജീരകവും കറുത്തള്ളും കൂടിയാണ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം കറുത്തള്ളു ചേർത്ത് കൊടുക്കുന്നില്ല, കരിഞ്ജീരകം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ ഈ ഒരു ഉള്ളി കളറൊന്ന് മാറി വരണം കേട്ടോ. അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഉള്ളി ഒന്ന് നല്ലോണം ചോന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങ ആണ് ചേർത്ത് കൊടുക്കുന്നത്. അരമുറി തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതിപ്പോൾ തേങ്ങൻ്റെ പച്ചമണം പോയതിന് ശേഷം ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് മധുരം എത്ര വേണോ അത്രയും പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ചേർത്ത് കൊടുത്താൽ ഇത് ഏകദേശം ഒന്ന് ചോന്ന് വരുന്നത് വരെ ഇതേപോലെ വഴറ്റി കൊടുക്കുക കേട്ടോ. കളറൊന്ന് മാറി വരും. ഈ പഞ്ചസാര ഒന്ന് മെൽട്ടായിട്ട് ഒന്ന് കളറ് മാറി വരും കേട്ടോ. അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. തേങ്ങൻ്റെ കളർ ഇവിടെ മാറി വന്നിട്ടുണ്ട്. അത്യാവശ്യം ചുവന്ന കളറായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ തേങ്ങയിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്ന സമയത്ത് മുട്ടയിലേക്കും കൂടി കണക്കാക്കിയിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നാലന്ന് മുട്ടക്കും കൂടി മധുരം ഉണ്ടാവുക. അപ്പോൾ 4 മുട്ട ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 മുട്ടയും 3 മുട്ടയൊക്കെ ഒഴിച്ച് കൊടുക്കട്ടോ. ഞാനിപ്പോൾ 4 മുട്ടയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. നല്ലോണം ഒന്ന് ചിക്കി എടുക്കുക കേട്ടോ. മുട്ട നല്ലോണം വെന്തിട്ട് നല്ലോണം നമ്മൾ പെരിക്കൊക്കെ ചിക്കുന്നില്ല അതുപോലെ തന്നെ ചിക്കി എടുക്കണം. തേങ്ങയൊക്കെ എല്ലാ ഭാഗത്താകുന്നത് വരെ ഒന്ന് ചിക്കി കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടി ആയതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ. ഇത്രയും മതിയാവും. ഇതിനിപ്പോൾ ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് വെക്കാം. നമ്മൾ നേരത്തെ പുഴുങ്ങിയ പഴം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊന്ന് ചെറുങ്ങനെ ഒന്ന് തണിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലോണം ചൂടാറേണ്ട ആവശ്യമില്ല. ചൂട് തന്നെ നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം. കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തൊലി ഭാഗം എടുക്കാൻ കഴിയും കേട്ടോ. നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. എന്നാലും ചൂടുണ്ട് കേട്ടോ. അത്യാവശ്യം കൈമേൽ പിടിക്കാൻ പറ്റാത്ത ചൂടുണ്ട്. ആ ഒരു ചൂടിലാണ് നമുക്കിത് ഒന്ന് ഉടച്ചെടുക്കേണ്ടത്. ഇത് മുഴുവനായിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഞാനൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ഇതേപോലത്തെ കല്ലുണ്ടാവുമല്ലോ എല്ലാവരുടെ കയ്യിലും. ഇതേപോലത്തെ നമ്മളിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതക്കുന്ന കല്ലില്ലേ, അതിനെ കൊണ്ട് തന്നെ നല്ലോണം കഴുകിയതിന് ശേഷം അതിനെ കൊണ്ട് ഇതേപോലെ നല്ലോണം ഒന്ന് കുത്തി ഉടച്ചു കൊടുക്കുന്നുണ്ട്. ആ ചൂട് തന്നെ ഉടച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. എന്നാലും കറക്റ്റായിട്ട് നമുക്ക് ഉടഞ്ഞ് കിട്ടും കേട്ടോ.
തുടച്ചതിന് ശേഷം കൈവച്ചിട്ട് നല്ലോണം ഞാൻ കുഴച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കട്ടകളൊന്നും ഇല്ലെങ്കിൽ ഇതേപോലെ കുഴച്ച് കൊടുക്കുക. നമ്മൾ മാവൊക്കെ കുഴക്കുന്നില്ലേ, ഒട്ടും കട്ടയില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതേപോലെ കൈവച്ചിട്ട് പ്രസ് ചെയ്തിട്ട് കുഴച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിക്കോളും. കുറച്ച് നേരം തന്നെ ഇതേപോലെ ഒന്ന് കുഴച്ച് കൊടുക്കുക, എന്നാലാണ് കറക്റ്റായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാനുള്ള പാകത്തിന് കിട്ടുക, ഒട്ടും കട്ടകളില്ലാണ്ട് കിട്ടുക കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം ഉടച്ചിട്ട് നമുക്കിതൊന്ന് ഇതേപോലെ ഒന്ന് കുഴച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ ഞാൻ ഇതേപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇത് നമുക്ക് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ചിക്കി എടുത്തത് കേട്ടോ. ഇതേപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി ഇത് നമുക്ക് മാവൊന്ന് ഉരുട്ടിയെടുക്കാം. അതിൻ്റെ ഇടയിൽ കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുക്കുക. കുറേയൊന്നും വേണ്ട കേട്ടോ, കുറച്ചൊന്ന് തേച്ച് കൊടുത്താൽ മതി. എന്നതിന് ശേഷം കുറച്ച് ഉരുള എടുക്കുക. അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുക. നമ്മളിപ്പോൾ അടക്കൊക്കെ പരത്തുന്നില്ലേ, നല്ലോണം തന്നെ തിന്നാക്കിയിട്ട് പരത്തി കൊടുക്കുക. ഇതിൻ്റെ നടുവിലായിട്ട് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. കുറച്ച് മാത്രം ഫില്ലിങ് വെച്ച് കൊടുക്കാം കേട്ടോ. കുറേ വെച്ച് കൊടുത്താൽ നമുക്കിത് ഉരുട്ടിയെടുത്താൽ പൊട്ടിപ്പോവും. എന്നിട്ട് ഇതേപോലെ മടക്കുന്നില്ലേ, അതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കാം കേട്ടോ. എല്ലാ ഭാഗവും ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് കൈൻ്റെ അടിയിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഉരുട്ടി കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ ഭാഗവും ഒരേപോലെ ആയിട്ട് വരും കേട്ടോ. അപ്പം തീരെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതേപോലെ കറക്റ്റായിട്ട് കാണിച്ചു തരുന്നത്. ഇതാ ഇതേപോലെ ഉന്നക്കായി ചെയ്യാൻ ഏതറിയാത്തവർക്ക് ഇതേപോലെ ചെയ്യാന്ന് വെച്ചാൽ കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഇതേപോലെ രണ്ട് സൈഡും ഇതേപോലെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നല്ല അടിപൊളി ഉന്നക്കായി നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഉന്നക്കായി മുഴുവനായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്ക്, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണം കേട്ടോ. അപ്പം നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഉന്നക്കായിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് കാണിച്ചത്. ഇത് ഞാനിപ്പോൾ ഫ്രൈ ചെയ്യുന്ന വീഡിയോസ് ഒന്നും കാണിക്കുന്നില്ല. ഇതേപോലെ നമ്മൾ ചെയ്തിട്ട് നമുക്ക് ഫ്രീസ് ചെയ്ത് വെക്കട്ടോ. പിന്നെ ഇത് ഒരാഴ്ച വരെയൊക്കെ വെക്കാം ഫ്രീസറിൽ. പിന്നെ ഒരാഴ്ച ഒന്നും വെക്കാണ്ട് നിൽക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. കുറേശ്ശെ ഇങ്ങനെ ഓരോ ദിവസം ചെയ്തിട്ട് എന്ത് ഫുഡായാലും അന്നേരം ചെയ്തിട്ട് കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത ഇതേപോലത്തെ വെറൈറ്റി വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ഇതിൻ്റെ ഒരു വെറൈറ്റി ഫില്ലിംഗ് ആണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടമാവും കേട്ടോ. കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം പറയണേ.